ഫ്ലവർ വൈസിലൊക്കെ കൊണ്ടൊക്കെ നല്ല രസമുണ്ടാവില്ലേ? നല്ല പോവില്ല. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പട്ടടക്കലിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി അടുത്തതായിട്ട് ഇവിടെ നിന്നും 22 കിലോമീറ്റർ മാറിയിട്ടുള്ള ബദാമിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ബദാമി കേവ്സിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. 17 ദിവസത്തെ നമ്മുടെ ബൈക്ക് യാത്രയുടെ 3ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. നല്ല തിരക്കുള്ള സമയമായിരുന്നു. നമ്മൾ ചെന്ന സമയത്ത് ഏകദേശം വൈകുന്നേരമൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് വരുന്നത് 25 രൂപയാണ്. അങ്ങനെ നമ്മൾ ബദാമി കേവ്സിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി മുകളിലേക്ക് കുറച്ച് പടിക്കെട്ടുകൾ കയറി പോകാൻ കേട്ടോ. ബദാമി കേവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർണാടകയിലെ അത്ഭുത ഭൂമി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള കലാസൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് ബദാമി ഗുഹകൾ എന്ന് പറയുന്നത്. ചാലൂക്യ രാജാക്കന്മാരുടെ മഹത്വവും ദക്ഷിണേന്ത്യൻ ശില്പകലയുടെ പൊൻകാലവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഗുഹകൾ ഏതാണ്ട് 6ാം നൂറ്റാണ്ടിൽ പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള പുരാതന ഗുഹകളാണ്. ബദാമി സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബഗൽകോട്ട് ജില്ലയിലാണ്. ബാംഗ്ലൂരിൽ നിന്നും 450 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഇവിടേക്കുള്ളത്. ഇനി ഇവിടെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ബദാമി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ബദാമി പുരാതന കാലത്ത് വാതാപി എന്നാണ് കേട്ടോ അറിയപ്പെട്ടിരുന്നത്. ഇത് ചാലൂക്യ വംശത്തിന്റെ തലസ്ഥാനമായിരുന്നു. 6-8 നൂറ്റാണ്ട് കാലത്താണ് കേട്ടോ ഈ ഒരു ഗുഹകൾ പണിതൊക്കെ ഉള്ളത്. രാജാവായ പുലികേശി ഒന്നാമൻ ഇവിടെ കോട്ടയും ഗുഹകളും നിർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള കീർത്തിവർമ്മനും മംഗളേശനും ഈ ഗുഹകളുടെ പണി പൂർണ്ണമാക്കി. ബദാമി ഗുഹകൾ ഇന്ത്യയിലെ ദ്രാവിഡ ശൈലിയിൽ പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ള ആദ്യകാല ഹിന്ദു, ജൈന, ബുദ്ധ ഗുഹകളിൽ പെടുന്ന ഒന്നാണ്. ഇവിടെ മൊത്തത്തിൽ 4 പ്രധാനപ്പെട്ട ഗുഹകളാണുള്ളത്. അതെല്ലാം തന്നെ ബദാമി പാറക്കെട്ടിനുള്ളിൽ വടക്ക് മുഖമായിട്ടാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഈ ഗുഹകളുടെ പ്രതീകാത്മകമായിട്ട് ഗുഹകൾ മതഭേദങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1ഉം 2 ഗുഹകൾ ഹിന്ദു ഗുഹകളായും 3ാമത്തേത് വിഷ്ണുവിനായിട്ടുള്ളതും 4ാമത്തേത് ജൈന മതത്തിനായിട്ടുള്ളതുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യ ഗുഹ എന്ന് പറയുന്നത് ശിവഭഗവാനെ കുറിച്ചുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാന ശില്പം എന്ന് പറയുന്നത് താണ്ഡവ നൃത്തം ചെയ്യുന്ന നടരാജ വിഗ്രഹമാണ്. 18 കൈകളോടെ അതിമനോഹരമായിട്ടുള്ള നിലയിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു പുറമെ ഗണപതി, കാർത്തികേയൻ, ശിവപാർവതി രൂപങ്ങൾ, ഗജസംഹാര മൂർത്തി തുടങ്ങിയവ നമുക്ക് കാണാൻ സാധിക്കും. ഗുഹയുടെ മേൽക്കൂരയും തൂണുകളും നാനാതരം കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഗുഹ നമ്പർ 2 എന്ന് പറയുന്നത് വിഷ്ണു ഗുഹയാണ് കേട്ടോ. ഇതും ഒരു ഹിന്ദു ഗുഹയാണ്. ഇവിടെ വിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. വരാഹ അവതാരം, ത്രിവിക്രമ അവതാരം, മത്സ്യ അവതാരം തുടങ്ങിയവയൊക്കെ. ത്രിവിക്രമനായിട്ട് വിഷ്ണു ആകാശത്തെ മുഴുവൻ അളക്കുന്ന കൊത്തുപണിയാണ് ഈ ഗുഹയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. ഗുഹ 3 എന്ന് പറയുന്നത് വിഷ്ണു ഗുഹയാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗുഹ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലുതും മനോഹരമായിട്ടുള്ള ഗുഹ. ഇത് 578 AD നിർമ്മിച്ചതായിട്ടാണ് രേഖകൾ പറയുന്നത്. ഇവിടെയുള്ള ശില്പങ്ങൾ അതിശയകരമായിട്ടുള്ള ത്രിമാനതയും കലാനൈപുണ്യവും കാണിക്കുന്നതാണ്. പ്രധാന ദേവത ഇവിടെ വിഷ്ണുവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിവിധ രൂപങ്ങളായിട്ടുള്ള വരാഹം, നരസിംഹം, ഹിരണ്യകശിപുവിനെ കൊന്ന രൂപം, വിഷ്ണു ഗരുഡ വാഹനത്തിൽ, ത്രിവിക്രമൻ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇത് പാറയിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ ദേവതാ ചിത്രങ്ങളിൽ ഒന്നാണ്. ഇനി 4ാമത്തെ ഗുഹ എന്ന് പറയുന്നത് ജൈന ഗുഹയാണ്. ഈ ഗുഹ ജൈനമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ മഹാവീരനും പാർത്ഥനാഥനും ഉൾപ്പെടെ നിരവധി ജൈന തീർത്ഥങ്കര രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തൂണുകൾ മിനുസമുള്ള കൊത്തുപണികളിൽ നിറഞ്ഞിരിക്കുന്നു. ജൈനമതത്തിന്റെ സാധ്യമായ അനന്തരകാല പ്രാധാന്യത്തിന്റെ തെളിവാണ് ഈ ഗുഹ. ഇനി ഈ ഗുഹയുടെ മുൻവശത്തായിട്ട് മനോഹരമായിട്ടുള്ള അഗസ്ത്യ തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. തടാകത്തിന്റെ ജലം എപ്പോഴും ശാന്തവും പച്ച നിറത്തിലുള്ളതുമായിരിക്കും. അതിന്റെ ചുറ്റും ബദാമി കോട്ട, പഴയ ക്ഷേത്രങ്ങൾ, പുരാതന കൊത്തുപണികൾ എന്നിവയും നമുക്ക് കാണാൻ സാധിക്കും. സന്ധ്യാസമയത്ത് ഈ തടാകത്തിലെ പ്രതിഫലനം കാണുന്നതിന് ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ്. ബദാമി ഗുഹകളിലെ ശില്പങ്ങൾ ദ്രാവിഡ നാഗര ശൈലിയുടെ മിശ്രരൂപം കാണിക്കുന്നവയാണ്. ഓരോ തൂണിലും മതിലുകളിലും മേൽക്കൂരകളിലും ആഴമുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1000 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിൽ ഇത്തരമൊരു സങ്കേതം കൊത്തിയെടുത്തത് ഇന്നും ശാസ്ത്രജ്ഞർക്കും ചരിത്രകാരന്മാർക്കും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെയാണ്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 25 രൂപയാണ്.
നമ്മളങ്ങനെ ബദാമി കേവിലെ കാഴ്ചകളൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങിട്ടോ. നമ്മൾ വന്നതൊരു ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അതിനോടടുത്ത് തന്നെ നമ്മളൊരു ചെറിയൊരു ക്ഷേത്രം കൊണ്ട് കണ്ടപ്പോൾ അവിടേക്കൊന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ബദാമി കേവ് ടെമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ സൈഡിലൊക്കെ ആയിട്ട് ധാരാളം കരിമ്പിൻ്റെ പാടങ്ങളും കൃഷിയിടങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. കരിമ്പ് കണ്ടിട്ട് വഴിയരികിൽ കരിമ്പ് തോട്ടം കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ പൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് സംഭവം. നല്ല രസമുണ്ട്. ഫ്ലവർ വൈസിലൊക്കെ കൊണ്ടൊക്കെ നല്ല രസമുണ്ടാവും അല്ലേ? നല്ല പോവില്ല. ഈ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്ക് ഏത് കോലത്തുമെന്ന് അറിഞ്ഞൂടാ. ഈ ഏരിയയിൽ ഇങ്ങനത്തെ കരിമ്പ് തോട്ടങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ സൈഡുകളിലൊക്കെ ആയിട്ട് മുളകിൻ്റെ തോട്ടങ്ങൾ, തക്കാളിയുടെ തോട്ടങ്ങൾ. അവിടെ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ സൈഡിൽ മാത്രം ഇറങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനത്തെ കരിമ്പുന്തോട്ടത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് ഒരു പൂവൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ധാരാളം കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടികളും പിന്നെ സൈഡിലൊക്കെ ആയിട്ട് ധാരാളം ഈ വറ്റൽമുളകിൻ്റെ പാടങ്ങൾ കണ്ടിട്ടോ. അപ്പോൾ അവിടേക്കൊന്നും കയറാതിരിക്കാൻ വേണ്ടി സൈഡിലൊക്കെ ആയിട്ട് ധാരാളം മുൾവേലികൾ ഇങ്ങനെ മുള്ളുകൾ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൂരത്തൊന്ന് സൂം ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. കയറാതിരിക്കാനായിട്ട് മുള്ളു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ മുളക് തന്നെയാണ് ഓപ്പോസിറ്റ്. സൂം ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഐഹോളയിൽ എത്തിയിട്ട് നമ്മൾ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ലഗേജൊക്കെ എടുത്ത് അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തതായിട്ട് പോകുന്നത് 122 കിലോമീറ്റർ മാറി വിജയപുരം എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഏകദേശം 2 മണിക്കൂർ കൂടുതലുള്ള യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ വിജയപുരം എത്തി റൂം എടുത്ത് അവിടെ ലഗേജൊക്കെ വെച്ചു. അതിനുശേഷം ഫുഡ് കഴിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ രാത്രി നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചപ്പാത്തിയും പാലക് പനീർ കറി ഉണ്ടായിരുന്നു. പിന്നെ മലായി പനീർ ടിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ യാത്രയിൽ കൂടെ കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.